അതായത് അവിടെ പ്യൂബിക് ഏരിയയിൽ രോമങ്ങളൊന്നുമില്ല. ടെസ്റ്റിസ് ഉണ്ട്, അവർക്ക് പുള്ളിക്ക് ഈ പെനിസ് ഉണ്ട്. പെനിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോ പെനിസാണ്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ മാത്രമുള്ള വലുപ്പത്തിലുള്ള ഒരു പെനിസാണ്. ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് 1 മാസം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പുള്ളിക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു. പുള്ളിയുടെ പെനിസ് അല്പം കൂടി വലുതായി. ഒരു ആൺകുട്ടി പുരുഷനായിട്ട് മാറുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ച ഈ പോഷകങ്ങളൊക്കെ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഗോപിനാഥ് ഉള്ളി, സർജൻ, ഡയബറ്റോളജിസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടന്റ് എന്ന കൺസൾട്ടിംഗ് റൂം നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കാഞ്ഞിരപ്പള്ളി. നിങ്ങളെല്ലാവരും പുരുഷ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഈ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് ഇന്ന് നമ്മുടെ നാട്ടിലെ പുരുഷന്മാരിൽ വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. പുരുഷ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് എന്തുകൊണ്ടാണ് കുറയുന്നത്, അതിന് നമുക്ക് എന്തെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആൺകുട്ടി പുരുഷനായിട്ട് മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഈ പുരുഷ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ ആണ്. ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് എന്തുകൊണ്ടാണ് നമ്മുടെ ആൾക്കാരിൽ കുറയുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ചില പോഷകങ്ങളുടെ കുറവാണ്. പോഷകങ്ങളുടെ കുറവ് അല്ലെങ്കിൽ പോഷകങ്ങൾ ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ ഉൽപ്പാദനം കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമുക്ക് വ്യായാമമില്ലാത്ത ഒരു സെഡൻറ്ററി ലൈഫാണ് ഇന്ന് മിക്ക ആൾക്കാരും നയിക്കുന്നത്. മിക്കവരുടെയും ജോലി അതുപോലെയുള്ളതാണ്. കസേരയിൽ ഇരുന്നുള്ള ജോലിയാണ് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത്. അധ്വാനം വരുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവർ ഇന്ന് വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് ശരിയായ വ്യായാമം കിട്ടുന്നില്ല. ശരിയായ വ്യായാമം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ള ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ പുകവലി ഉപേക്ഷിക്കണം, അതുപോലെ തന്നെ മദ്യപാനം, ഇവയൊക്കെ നമ്മുടെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയ്ക്കുന്നതാണ്. ചില രോഗാവസ്ഥകളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ പ്രമേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് അവരുടെ കുറയാൻ സാധ്യതയുണ്ട്. പ്രമേഹമുള്ള ധാരാളം പുരുഷന്മാർക്ക് ഇന്ന് ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ പല തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആൺകുട്ടി പുരുഷനായിട്ട് മാറുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണാണ്. അതുകൂടാതെ പുരുഷന്മാരിലും സ്ത്രീകളിലും ലൈംഗിക വികാരം ഉണർത്തുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകളിലും എന്നത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പുരുഷന്മാരിൽ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ടെസ്റ്റിസിൽ നിന്നാണ്, അല്ലെങ്കിൽ വൃഷണങ്ങളിൽ നിന്നാണ്. സ്ത്രീകളിലാണെങ്കിൽ അത് അവരുടെ അണ്ഡാശയത്തിൽ നിന്നും വളരെ ചെറിയ രീതിയിൽ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പുരുഷനിലും സ്ത്രീയിലും ലൈംഗികമായ ഉണർവ് അല്ലെങ്കിൽ ലൈംഗികത ചെയ്യാനുള്ള ആ ലിബിഡോ അല്ലെങ്കിൽ ഡിസയർ ഉണ്ടാക്കുന്നതിൽ ഈ ഹോർമോൺ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഇന്ന് വളരെ സാധാരണയാണ്. എൻ്റെ അടുക്കൽ തന്നെ ധാരാളം ആൾക്കാർ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എറക്ടൈൽ ഡിസ്ഫങ്ഷനായിട്ട് വരുന്നുണ്ട്. ധാരാളം ദൂരെയുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ധാരാളം ആൾക്കാർക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ മൂലം ഇതിനൊരു പരിഹാരം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഉദ്ധാരണ പ്രശ്നത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ കുറവാണ്. പ്രമേഹമുള്ളവർക്ക് മറ്റു പല കാരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ രക്തക്കൊണ്ടുകൾ ചുരുങ്ങുന്നതുകൊണ്ടും ഒക്കെ ഈ ഉദ്ധാരണ പ്രശ്നം ഉണ്ടാകാം. സ്മോക്കിംഗ് ചെയ്യുന്നവർക്ക് ഉദ്ധാരണ പ്രശ്നം ഉണ്ടാകാം. ഉദ്ധാരണ പ്രശ്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ആ വക കാര്യങ്ങളെപ്പറ്റി നമ്മളിവിടെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ അത് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൂട്ടാം എന്നതിനെപ്പറ്റി മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. എൻ്റെ അടുക്കൽ വന്ന ഒരു രോഗിയുടെ കേസ് ഹിസ്റ്ററി ആണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ച്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, അതായത് ഒരു ആൺകുട്ടി പുരുഷനായിട്ട് മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണാണെന്നുള്ളത്. ഞാൻ ധാരാളം അങ്ങനെ പഠിച്ചിട്ടുണ്ട് അതേപ്പറ്റി. പക്ഷേ പ്രാക്ടിക്കലായിട്ട്
ഒരു പേഷ്യൻ്റിൻ്റെ അടുക്കൽ വന്നവരിൽ നിന്നും എനിക്ക് നേരിട്ട ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഏതാണ്ട് 30 വയസ്സോളം പ്രായമുള്ള ഒത്ത ശരീരം, ഏതാണ്ട് 6 അടിയോളം പൊക്കവും അതോടനുസരിച്ച് വണ്ണവുമുള്ള ഒരു പുരുഷൻ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്, എൻ്റെ അടുക്കൽ എൻ്റെ OP-യിൽ വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞത് പുള്ളിക്ക് മീശ കിളുക്കുന്നില്ല, അതുപോലെ തന്നെ പുള്ളിയുടെ ബ്രസ്റ്റ് വളരുന്നു. ഈ 2 കാര്യം മാത്രമാണ് സംസാരിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് ക്ലിക്ക് ചെയ്തു, അതായത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ കുറവായിരിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഞാൻ പുള്ളിയെ വിശദമായിട്ട് പരിശോധിച്ച് നോക്കി. ശരിയാണ്, പുള്ളിക്ക് മീശയോ താടിയോ ഒന്നും വരുന്നില്ല, നല്ല വണ്ണമുള്ള ആളാണെന്ന് വിചാരിക്കുക. പിന്നെ അതുപോലെ തന്നെ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഗൈനക്കോമാസിയ എന്നൊരു കണ്ടീഷനാണത്. പിന്നെ ഞാൻ അല്പം കൂടി താഴേക്ക് പുള്ളിയുടെ പ്രൈവറ്റ് പാർട്ടിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു. അതായത് അവിടെ പ്യൂബിക് ഏരിയയിൽ രോമങ്ങളൊന്നുമില്ല. പുള്ളിക്ക് ഈ പെനിസുണ്ട്. പെനിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോ പെനിസാണ്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ മാത്രമുള്ള വലുപ്പത്തിലുള്ള ഒരു പെനിസാണുള്ളത്. പിന്നെ സ്ക്രോട്ടം നോക്കിയപ്പോൾ സ്ക്രോട്ടം അല്ല, ടെസ്റ്റിസ് കിടക്കുന്ന സഞ്ചി വളർന്നിട്ടേ ഇല്ല. ടെസ്റ്റിസ് 2 ഉണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് നോക്കി. ടെസ്റ്റിസ് ഉണ്ട്, പക്ഷേ ഒരു കടലയുടെ അത്രയും വലിപ്പമേ ഉള്ളൂ. ആ ഭാഗങ്ങളിലൊന്നും രോമമില്ല. അപ്പോൾ ഇതായിരുന്നു പുള്ളിയുടെ കണ്ടീഷൻ. ഞാൻ ഉടനെ തന്നെ പുള്ളിയുടെ ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ള ലെവൽ പരിശോധിച്ചു. പുള്ളിയുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവലേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ടെസ്റ്റിസിൽ നിന്നാണ്. പുള്ളിയുടെ ടെസ്റ്റിസ് വളർന്നിട്ടില്ല, അതുകൊണ്ട് അവിടെ നിന്ന് യാതൊരു പ്രൊഡക്ഷനും ഉണ്ടാകുന്നില്ല. ഞാൻ എന്തൊക്കെയായാലും ആ പുള്ളിക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഇഞ്ചക്ഷൻ അവൈലബിൾ ആണ്. ഇഞ്ചക്ഷൻ കൊടുത്തു. ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് 1 മാസം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പുള്ളിക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു. പുള്ളിയുടെ പെനിസ് അല്പം കൂടി വലുതായി, അതുപോലെ തന്നെ സ്ക്രോട്ടം അല്പം കൂടി തൂങ്ങി നിൽക്കാൻ അല്പം കൂടി വളർന്നു കഴിഞ്ഞു. ടെസ്റ്റിസ് ആണെങ്കിലും ആദ്യത്തേനെക്കാട്ടും സൈസ് വലിപ്പം വെച്ചു. ഏതാണ്ട് 4 ഇഞ്ചക്ഷൻ, അതായത് 4 മാസം ഇടവിട്ട് പുള്ളിക്ക് അത് കൊടുത്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളി വന്നപ്പോൾ വളരെയധികം സന്തോഷവാനാണ്. പുള്ളിയുടെ ഗൈനക്കോമാസിയ ചെറുതായിട്ട് കുറഞ്ഞു. പുള്ളിയുടെ പ്യൂബിക് ഏരിയയിലെല്ലാം രോമങ്ങൾ വളർന്നു. പുള്ളിയുടെ പെനിസ് ഒരു വിരലിൻ്റെ അത്രയും വലിപ്പമുണ്ട്. ഞാൻ ചോദിച്ചു എറക്ഷൻ ഉണ്ടാകുന്നുണ്ടോ? ശരി, എറക്ഷൻ ഉണ്ടാകുന്നുണ്ട് പുള്ളിക്ക്. ഞാൻ ചോദിച്ചു മാസ്റ്റർബേഷൻ ചെയ്യുന്നുണ്ടോ? ശരി, പറഞ്ഞു പുള്ളി മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട്. ബീജങ്ങൾ അല്ലെങ്കിൽ ശുക്ലം പുറത്തോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പുള്ളി പറഞ്ഞു. 4-5 തുള്ളി മാത്രമേ ഉള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോഴുള്ള സ്ക്രോട്ടം നല്ലോണം വളർന്നു. അതുപോലെ തന്നെ ടെസ്റ്റിസിന് കൂടുതൽ വലിപ്പം എത്തിച്ചു. അങ്ങനെ പുള്ളിക്ക് വളരെ അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. പുള്ളി വളരെയധികം സന്തോഷവാനാണ്. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഒരു ഹോർമോൺ ഒരു മാജിക് ഹോർമോൺ ആണ് എന്ന് എനിക്ക് അന്നേരമാണ് ബോധ്യം വന്നത്. അന്നേരമാണ് ഞാനത് കൂടുതലായിട്ട് മനസ്സിലാക്കിയത്, കണ്ടത്. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഓരോ പുരുഷനും നമ്മൾ അറിഞ്ഞിരിക്കണം, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്. അപ്പോൾ ഒരു ആൺകുട്ടി പുരുഷനായിട്ട് മാറുന്ന മസ്മാര വിദ്യ സാധ്യമാക്കുന്നത് ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണാണ്. പിന്നെ ഞാൻ സൂചിപ്പിച്ചു, ലിബിഡോ അല്ലെങ്കിൽ സെക്ഷൽ ഡിസയറിന് ഈ ഹോർമോൺ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഉദ്ധാരണം ശരിയായിട്ട് ഉണ്ടാകണമെങ്കിൽ ഈ ഹോർമോൺ വളരെയധികം പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ ശീഘ്രസ്ഖലനം ഉണ്ടാകാതിരിക്കണമെങ്കിലും ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ അളവിലുണ്ടാകണം. അപ്പോൾ അങ്ങനെ വിവിധ പ്രവർത്തനങ്ങളാണ് ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ പ്രകടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നല്ല മസിൽ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നല്ല പേശികളുടെ ഉറപ്പുള്ള പേശികൾ വേണമെങ്കിലും ഈ ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ള ഹോർമോൺ വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ ലെവല് താഴാതെ അല്ലെങ്കിൽ അത് നോർമൽ ലെവലിൽ നിലനിർത്തുവാൻ നമ്മുടെ ഭക്ഷണത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെ ഒരു ലൈംഗിക ഹോർമോൺ എന്ന് വേണമെങ്കിൽ പോലും വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഈ സെക്സ് നല്ലപോലെ ചെയ്യാൻ സാധിക്കുന്നത്. വൈറ്റമിൻ ഇ ഏറ്റവും നല്ലൊരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ഓക്സിഡൈസ് ചെയ്ത് പോകാതെ
അതിൻ്റെ ലെവൽ കീപ്പപ്പ് ചെയ്യുവാൻ വൈറ്റമിൻ ഇ വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ സിങ്ക് എന്നൊരു മിനറൽ വളരെയധികം അത്യാവശ്യമാണ്. ഈ സിങ്ക് നമ്മുടെ ലൈംഗിക ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. ബീജങ്ങളുടെ ആരോഗ്യം നിലനിർത്തുവാൻ ഈ സിങ്ക് വളരെയധികം പ്രയോജനം ചെയ്യും. ബീജങ്ങളുടെ ആരോഗ്യം നിലനിർത്തുവാൻ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണും സഹായിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനും ഈ സിങ്ക് വളരെയധികം അത്യാവശ്യമാണ്. സിങ്ക് കൂടാതെ നമ്മുടെ മറ്റ് ചില മിനറൽസും ഇതിന് അത്യാവശ്യമാണ്. ഏറ്റവും പ്രധാനം അയഡിൻ എന്നുള്ള മിനറലാണ്. പിന്നെ അയഡിൻ, ഫോസ്ഫറസ് എന്ന മറ്റൊരു ധാതുവും ഇതിന് ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഉൽപ്പാദനത്തിന് വളരെയധികം അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ചില ഭക്ഷണ സാധനങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ച ഈ പോഷകങ്ങളൊക്കെ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ബനാനയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബനാന ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമാണ്. അത് കിട്ടാത്ത ഒരു സ്ഥലങ്ങളുമില്ല. പലരും അത് കഴിക്കുന്നതാണ്. പക്ഷെ ബനാന കഴിച്ചാൽ ഇങ്ങനെയൊരു പ്രയോജനമുണ്ട് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പലരും ബനാന കഴിക്കാൻ കൂട്ടാക്കുന്നുമില്ല. അപ്പോൾ എല്ലാ പുരുഷന്മാരും ഒരു ദിവസം ഒരു ബനാന എങ്കിലും ശരിക്കും തീർച്ചയായിട്ടും കഴിച്ചിരിക്കണം. ബനാന എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏത്തപ്പഴമാണ്. പഴം തന്നെ തീർച്ചയായിട്ടും കഴിക്കുക. പഴത്തിനകത്ത് ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ L-സിട്രുലിൻ എന്ന ഒരു എൻസൈമുണ്ട്. അതുകൊണ്ടാണ് അത് കഴിക്കണം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഭക്ഷണ സാധനം ഫാറ്റി ഫിഷാണ്. അതായത് കൊഴുപ്പുള്ള മത്സ്യങ്ങൾ ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അതിനെ നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് നമുക്ക് സാധാരണ അവൈലബിൾ ആയിട്ടുള്ള കൊഴുപ്പ് കൂടിയ മത്സ്യങ്ങൾ, മത്തി, അയല, ചൂര, സാൽമൺ തുടങ്ങിയ ട്യൂണ തുടങ്ങിയ മത്സ്യങ്ങളാണ് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഡെയിലി കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഡെയിലി ഇഞ്ചി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ ഉള്ളി ഏറ്റവും നല്ലതാണ്. പിന്നെ മറ്റ് 2 കാര്യങ്ങൾ, ഒന്ന് വെർജിൻ കോക്കനട്ട് ഓയിൽ ഇതിന് വളരെയധികം പ്രയോജനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പാലുൽപ്പന്നങ്ങളൊക്കെ കഴിക്കുന്നതാണ്. കൊഴുപ്പ് കുറഞ്ഞ പാല്, ലോ ഫാറ്റ് ഡയറ്റ് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ആഹാര സാധനങ്ങളിൽ ഇത്രയധികം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇതൊന്നും കഴിച്ചിട്ടും നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവല് നമുക്ക് ഉയർത്താൻ സാധിക്കുന്നില്ല, അല്ലെ കുറഞ്ഞു തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ സപ്ലിമെന്റ് നമുക്കിന്ന് ലഭ്യമാണ്. അതായത് ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷൻ എന്ന രൂപത്തിൽ. ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ രോഗിക്ക് ഞാൻ കൊടുത്ത ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷനാണ്. ടെസ്റ്റോസ്റ്ററോൺ ഗുളിക രൂപത്തിൽ ലഭ്യമാണ്, പാച്ചസ് ആയിട്ട് ലഭ്യമാണ്. പക്ഷേ അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ടെസ്റ്റോസ്റ്ററോൺ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ചെന്ന് കഴിഞ്ഞാലും അപകടങ്ങൾ ഉണ്ടാക്കും. അതായത് നമുക്ക് ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, നമ്മുടെ തലമുടി പൊഴിയുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല സൈഡ് എഫക്റ്റുകളും ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ അളവ് കൂടിയാലും ഉണ്ടാകും. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ടെസ്റ്റോസ്റ്ററോൺ സപ്ലിമെന്റ് കഴിക്കാവുള്ളൂ. നിങ്ങൾ നേരിട്ട് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ടെസ്റ്റോസ്റ്ററോൺ വാങ്ങി കഴിക്കരുത്. പിന്നെ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ പുരുഷന്മാരോ അല്ലെങ്കിൽ സ്ത്രീകളും ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വ്യായാമമാണ്. ഒരു ദിവസം 1 മണിക്കൂർ വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കുക. 40 മിനിറ്റ് അല്ലെ 45 മിനിറ്റ് നമ്മൾ എയറോബിക് വ്യായാമം, അതായത് വേഗതയിലുള്ള നടപ്പ് അല്ലെങ്കിൽ സൈക്ലിങ് അല്ലെ നീന്തൽ തുടങ്ങിയ വ്യായാമങ്ങൾ ചെയ്യുക. അതുകൂടാതെ നമ്മൾ വെയിറ്റ് എടുത്തുള്ള എക്സർസൈസ് ചെയ്യണം. അതായത് മസിൽ സ്ട്രെങ്തനിങ് അല്ലെ വെയിറ്റ് ട്രെയിനിങ് എക്സർസൈസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് പലരും അത് ചെയ്യുന്നതിന് താല്പര്യം കാണിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. വ്യായാമം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 20 മിനിറ്റ് നടക്കുന്നുണ്ട് അല്ലെ 40 മിനിറ്റ് നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പലരും പറയാറുള്ളത്. പക്ഷെ ഈ വെയിറ്റ് എടുത്തുള്ള എക്സർസൈസ് നമ്മൾ ഡമ്പൽ മേടിക്കണം. ഡമ്പൽ ഉപയോഗിച്ചുള്ള വെയിറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും വെയിറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ പവർ അനുസരിച്ചുള്ള വെയിറ്റ് വേണം. 5 കിലോയുടെയോ 6 കിലോയോ 7 കിലോ 10 കിലോ ഒക്കെ ലഭ്യമാണ്. ഇങ്ങനെയുള്ള വെയിറ്റ് എടുത്തുള്ള എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ പേശികൾ കൂടുതൽ വളരും. നമ്മുടെ കൈയുടെയും തോളിൻ്റെയും നെഞ്ചിലെയും ഒക്കെ പേശികൾ വളരും. നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ പേശികൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഈ പേശികളൊക്കെ വളർന്ന് സുദൃഢമാകണം. ജിമ്മിലൊക്കെ പോകുന്നവരുടെ പലരുടെയും ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ പേശികൾ നല്ല സുദൃഢമാണ്, വലിപ്പമുള്ളതാണ്. അങ്ങനെയുള്ള അപ്പോൾ ഈ എക്സർസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെയും പേശികൾ അതുപോലെ വലിപ്പമുള്ളതും സുദൃഢമുള്ളതുമാകും. അപ്പോൾ അത് കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കും എന്ന് പറയുവാൻ വേണ്ടിയാണ്
ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് വളരെ അത്യാവശ്യമാണ്. അത് പുറത്തുള്ള വെയിറ്റ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ശരീരത്തിൻ്റെ വെയിറ്റ് ഉപയോഗിച്ച് പുഷപ്പ് ചെയ്യാം, അല്ലെ ഭിത്തിയെ തള്ളുന്നത് വാൾ പുഷപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും നിങ്ങളത് ചെയ്യണമെന്നില്ല, ഒന്നരാടം ദിവസം മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യുവാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവല് നിങ്ങൾക്ക് കൂട്ടുവാൻ സാധിക്കും. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ എത്രമാത്രം പ്രയോജനങ്ങളാണ് ഒരു പുരുഷന്റെ ശരീരത്തിൽ ചെയ്യുന്നത് എന്നതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് ഇന്ന് വളരെ കുറവാണ്. അതിൻ്റെ കാരണങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ ഭക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവല് കൂട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റിയും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ളവർ കൂടി ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.